വെൽക്കം ടു സഹായവേതനത ഓപ്പർച്യൂണിറ്റി നൽകുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇതുപോലൊരു വെബ്സൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. ഒരുപാട് പേർക്ക് അറിയാം SSCൻ്റെ എക്സാംസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. സോ ഈ വർഷത്തെ നോട്ടീസ് ഫോർ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2025 കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതാണ് എൻ്റെ നോട്ടിഫിക്കേഷൻ. ഓൾറെഡി June 9th 2025 റിലീസ് ചെയ്തിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. സോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ഓൾറെഡി ഞാൻ ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഒരു ഏതാണ്ട് 113 പേജുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. സോ ഇതുപോലുള്ള ഗവൺമെൻറ് എക്സാംസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു എക്സാംസ് എന്ന് പറയുന്നത് ഇപ്രാവശ്യം കൊണ്ടുവന്നുള്ള കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് ഈവൻ നിങ്ങൾ +2 പാസ്സായ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ നിങ്ങൾ ഓൾറെഡി ഡിഗ്രി എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് സെമിസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടെയാണ്. അതും വിമൻസ് ആസ് വെൽ ആസ് സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റഗറിയിലൊക്കെ ഫ്രീ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ഫീ കാര്യങ്ങളൊന്നുമില്ല. ഒരു 100 റുപ്പീസാണ് വേറെ കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് എക്സാം ഫീ ആയിട്ട് വരുന്നത്. സോ ഏതാണ്ട് 2 ടയർ എക്സാംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകുന്ന വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് വേക്കൻസി ഉള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളാണ്. ഏതാണ്ട് 14,000 വേക്കൻസി ആണ് ഇതുവരെ അപ്രോക്സിമേറ്റ് ഉള്ള ഒരു നമ്പർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതുവരെ എക്സാക്റ്റ് ആയിട്ടുള്ള നമ്പർ വേക്കൻസി ഒന്നും ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. സോ ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ലാസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് കംപ്ലീറ്റ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 4th July ആണ് 2025. സോ ഓൺലൈൻ പേയ്മെൻ്റ് ഉള്ളവർക്കാണെങ്കിൽ 5th July വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ടൈമും ഡേറ്റും കൊടുത്തിട്ടുള്ളത്. അതുപോലെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കുന്നത് 9th to 11th July വരെയുള്ള ടൈം പീരീഡിലായിരിക്കും. ഈ ഒരു ടൈം പീരീഡിലായിരിക്കും ഒരു കറക്ഷൻ വിൻഡോസ് ഓപ്പൺ ആയിട്ടുണ്ടാവുക. അതുപോലെ 2 എക്സാം ആയിരിക്കും ഉണ്ടാവുക. ടയർ 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. അതുപോലെ ടയർ 2 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടയർ എന്ന് പറയുന്നത് August 13 to 30 വരെ 13 മുതൽ August 30 വരെയുള്ള ഡേറ്റിലായിരിക്കും ഈ ഒരു ടയർ 1 എക്സാമിനേഷൻ നടക്കുക. അതും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും. ടയർ 2 എന്ന് പറയുന്ന എക്സാം എന്ന് പറഞ്ഞിട്ട് ഒരു December 2025 ഇതുവരെ എക്സാക്ട് ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. സോ 2 എക്സാം കണ്ടക്ട് ചെയ്യുന്നതും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ തന്നെയാണ്. തന്നെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, ടോൾ ഫ്രീ ആയിട്ടുള്ളത്. സോ മെൻ ആസ് വെൽ ആസ് വുമന് ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ നൽകുന്നത്. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഹോൾഡ് എ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2025 ആണ്. ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതും ഡിഫറെൻറ്റ് മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെൻറ്റ്, ഓർഗനൈസേഷൻസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആൻഡ് ട്രിബ്യൂണൽസിലോട്ടുള്ള വേക്കൻസീസ് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് ത്രൂ ആണ്. പ്യുവർലി ഓൺ മാർക്ക് ബേസിസും അതുപോലെ തന്നെ മെറിറ്റ് ആസ് വെൽ ആസ് വേക്കൻസി റിസർവേഷൻ ബേസിസ് ഒക്കെയാണ് ഇവിടെ ഒരു ഫുൾഫിൽമെൻറ്റ് വരുന്നത്. സോ പേ സ്കെയിലും ഡീറ്റെയിൽസും അതുപോലെ പോസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എസ്പെഷ്യലി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ ഏജ് റിലാക്സേഷനുള്ള കാറ്റഗറി ആണെങ്കിൽ അത് നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പോസ്റ്റും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ പേ സ്കെയിൽ 7 ആണ് ഈ ഒരു അസിസ്റ്റൻറ്റ് തസ്തികയിലോട്ടുള്ള ഒരു പോസ്റ്റിൻ്റെ വരുന്നത്. പേ സ്കെയിൽ അറൗണ്ട് ഒരു 44,000 രൂപ മുതൽ ഒരു 1,42,000 വരെ ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ്. അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ഡിഫറെൻറ്റ് സെക്ഷൻസിലോട്ട് നോക്കുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് അല്ലെങ്കിൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്, ഇൻ്റലിജൻസ് ബ്യൂറോ, മിനിസ്ട്രി ഓഫ് റെയിൽവേ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് AFHQ, then Ministry of Electronics and Information Technology, other ministries, departments, organizations, BT, then CBIC, അതുപോലെ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, അതുപോലെ പോസ്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ, നാർക്കോട്ടിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, ഫൈനാൻസ്, ഫോറിൻ ട്രേഡ്, ഇതുപോലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലോട്ടൊക്കെയാണ് ആപ്ലിക്കേഷൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇൻസ്പെക്ടർ പോസ്റ്റ് ഉണ്ട്, അതുപോലെ സബ് ഇൻസ്പെക്ടർ ഹെഡ്, അതുപോലെ ഒരുപാട് തസ്തികയിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്. അതുപോലെ ചില ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോസ്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ എബിലിറ്റി ഉള്ള കുറച്ച് ടാസ്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. സോ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. സോ അത് സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ ഒരു PDF-ലുണ്ട്. സോ നോക്കാവുന്നതാണ്. അതുപോലെ പേ സ്കെയിൽ 6 വരുന്ന ഒരു കാറ്റഗറിയാണ് അസിസ്റ്റൻറ്റ് ആൻഡ് സെക്ഷൻ ഓഫീസേഴ്സ് നോക്കുകയാണെങ്കിൽ
ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസേഷൻ മിനിസ്ട്രീസും അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഓഫീസ്, അതുപോലുള്ള ഏജൻസി, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, നാർക്കോട്ടിക്സ് ബ്യൂറോ, എക്സ്റ്റേണൽ അഫയേഴ്സ്, ഹോം മിനിസ്റ്റർ, CB, DT ഇതുപോലുള്ള ഓഫീസിലോട്ടും ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ പേ സ്കെയിൽ അവർ കൊടുത്തിട്ടുണ്ട്. 35,000 മുതൽ 1,12,000 വരെയുള്ള പേ സ്കെയിൽ, അതായത് പേ സ്കെയിൽ 6 വരെയുള്ള ഒരു എമൗണ്ട് പേ സ്കെയിലും കാര്യങ്ങളൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. സോ അതുപോലെ ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. എഗൈൻ പറയുന്നൊരു കാര്യമാണ്. പേ സ്കെയിൽ 5 വരുന്നത് ഓഡിറ്റർ, അക്കൗണ്ടൻറ്റ് പോലുള്ള, ജൂനിയർ അക്കൗണ്ടൻറ്റ് പോലുള്ള തസ്തികയിലോട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. അത് എസ്പെഷ്യലി ജനറൽ അക്കൗണ്ടൻറ്റും അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ. അതിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 29,000 മുതൽ 92,000 വരെയുള്ള ഒരു എമൗണ്ട് പേ സ്കെയിൽ 5 ആണ് വരുന്നത്. ദെൻ ഏജ് റിലാക്സേഷൻ അവിടെ പറയുന്നത് ഏജ് വരുന്നത് 18 to 27 years ആണ് അവിടെ പറയുന്ന ഏജ് ലിമിറ്റ്. ദെൻ പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ 4, അത് പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, സോർട്ടിംഗ് അസിസ്റ്റൻറ്റ്, ആ ഒരു തസ്തിക. ദെൻ സബ് ഇൻസ്പെക്ടർ, ടാക്സ് അസിസ്റ്റൻറ്റ്, ക്ലർക്ക്, അതുപോലുള്ള സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് ഇതുപോലുള്ള തസ്തികയിലോട്ട് പേ ലെവൽ 4 ആണ്. അതായത് 25,000 മുതൽ 81,000 വരെയുള്ള ഒരു പേ സ്കെയിലാണ് അവിടെ വരുന്നത്. ഡിഫറെൻറ്റ് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ, ദെൻ കാഡറേറ്റ്സിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസസ്, അതുപോലെ എഞ്ചിനീയറിംഗ് സർവീസസ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, CBDT, CBIC, അതുപോലെ നാർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലും ഗ്രൂപ്പ് C ആണ് അവരുടെ വരുന്നത് ഗ്രൂപ്പ്. ദെൻ കംപ്ലീറ്റ്ലി മെറിറ്റ് ബേസിസും, അതുപോലെ തന്നെ ഏതൊക്കെ ഒരു വേക്കൻസി ആണോ കംപ്ലീറ്റ് ചെയ്യാൻ റിസർവേഷൻ ബേസിസിലൊക്കെ ആയിരിക്കും ഇതൊരു വേക്കൻസി കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും ഈ ഒരു ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ്, അതുപോലെ CBI, NIA, UDC, SSA, BRO അതുപോലുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ഫിസിക്കൽ ടെസ്റ്റ്, അതുപോലെ മെഡിക്കൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. സോ പീപ്പിൾ വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. സോ ഇത് പ്രത്യേകം പ്രിഫറൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം കൊടുക്കുക. ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കാര്യങ്ങൾ ഒരു ബുള്ളറ്റിന് തരുന്നുണ്ട്. ഗസറ്റഡ് ഓഫീസേഴ്സിനുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വാങ്ങേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അത് അനക്ഷറിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അതുപോലെ വേക്കൻസീസ് ആൻഡ് റിസർവേഷൻ നോക്കുകയാണെങ്കിൽ ഏതാണ് 14,582 വേക്കൻസീസ് ആണ് അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുന്നത്. സോ ഫൈനൽ ആയിട്ടുള്ള ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേക്കൻസീസും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതുപോലെ നോക്കുകയാണെങ്കിൽ റിസർവേഷൻ പോലെ SC, ST, അതുപോലെ OBC, എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ, എക്സ് സർവീസ്മാൻ, PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് റിസർവേഷൻ ഉള്ളതായിട്ടുണ്ട്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതുകൂടെ നോട്ട് ചെയ്യുക. അതുപോലെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദെൻ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് C പോസ്റ്റിന് പ്രത്യേകത ഓരോരോ കാറ്റഗറി പറയുന്നുണ്ട്. സോ അത് ശ്രദ്ധിച്ചിട്ട് അപ്ലൈ ചെയ്യുക. നാഷണാലിറ്റി അതുപോലെ സിറ്റിസൺഷിപ്പിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. സോ ഇന്ത്യൻസ് ആയിട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില പോസ്റ്റ് ഉണ്ട്. അത് എസ്പെഷ്യലി ബോർഡർ റോഡ് ഓർഗനൈസേഷൻ മാത്രമാണ്. സോ അത് മാത്രം ശ്രദ്ധിക്കുക, അത് വിമൻസിന് പറ്റുന്നതല്ല. സോ ഏജ് ലിമിറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റും റിമാർക്കും അതുപോലെ പെർമിസിബിൾ ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഓരോ കാറ്റഗറിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോരോ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ഓരോരോ ഡോക്യുമെൻറ്റ്സും അപ്ലൈ ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചിട്ട് മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറിയിൽ വരുന്ന നേവി, ആർമി, എയർഫോഴ്സ്, അതുപോലെ ഇന്ത്യൻ യൂണിയൻ ഏതാണോ അതിനനുസരിച്ചും അപ്ലൈ ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും അതുപോലെ റിക്വസ്റ്റും കാര്യങ്ങളെല്ലാം ഇവിടെ ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോസസ് ഓഫ് സർട്ടിഫിക്കേഷൻ ആൻഡ് ഫോർമാറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ള രീതിയിലും ഇവിടെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ലെവലിൽ സ്റ്റാറ്റിസ്റ്റിക് പഠിച്ചിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. അതുപോലെ 60% മാർക്ക് ഇൻ മാത്തമാറ്റിക്സ് 12 സ്റ്റാൻഡേർഡിലെങ്കിലും വേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ എനി സബ്ജക്റ്റ് നിങ്ങൾക്ക് എടുത്തിട്ടുള്ള ഒരാൾ, അതായത് സ്റ്റാറ്റിക്സുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഗ്രേഡ് 2 നോക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മസ്റ്റായിട്ട് വേണമെന്ന് പറയുന്നുണ്ട്. ഒരു പേപ്പറല്ല, മസ്റ്റായിട്ട് ആ ഒരു സബ്ജക്റ്റ് തന്നെ ഡിഗ്രി ആയിട്ട് വേണ്ടത്. പിന്നെ അതർ പോസ്റ്റസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതൊരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ +2 കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം. അതുപോലെ ഗ്രാജുവേഷൻ ലാസ്റ്റ് ഇയർ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മികച്ചൊരു പോസ്റ്റും കൂടെയാണ്. സെൻട്രൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്പെസിഫിക് ഡേറ്റും ടൈമും കാര്യങ്ങളെല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള, അതുപോലെ UGC അക്രഡിറ്റേഷൻ ഉള്ള ഒരു ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഈ ഒരു മെഡിസിനൽ ഫാർമസി അതുപോലെ ഡിസ്റ്റൻസ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നല്ല, അത് ശ്രദ്ധിച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. ഓൾ ദ കാൻഡിഡേറ്റ്സ് ഹു കോൾഡ് ഫോർ ദ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. സോ സ്പെസിഫിക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ പറയുകയാണെങ്കിൽ സോ എല്ലാ ഡോക്യുമെൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റഗറി, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ, അതുപോലെ ഏജ് പ്രൂഫ്, അതുപോലെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്, അതിൻ്റെയൊക്കെ പ്രൂഫ് ഒറിജിനൽ ആയിട്ട് വേണം നിങ്ങൾ ആ ഒരു ഇൻ്റർവ്യൂ ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു അപ്പോയിൻമെൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് ഇതെല്ലാം
ഓൺ സൈറ്റായിട്ട് നിങ്ങൾക്ക് പോയിട്ട് അവിടെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്തെല്ലാം നിങ്ങൾ ഓൺ സൈറ്റ് പോയി ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും. സോ ഹൗ ടു അപ്ലൈ എന്ന് പറയുന്നത് ന്യൂ വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങൾ ഈ ഒരു SSൻ്റെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആപ്പ് കൂടെ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മൈ SSC എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് ത്രൂ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളിലെ എല്ലാ കാര്യങ്ങളും അനക്ഷർ 1, 2, 3 A4B എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ആധാർ ബേസ്ഡ് ഒതൻറ്റിക്കേഷൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കാൻ. അതുപോലെ ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, സിഗ്നേച്ചർ കാര്യങ്ങളെല്ലാം, ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്റ്റുഡൻസ് അതർ ദാൻ വിമൻസ് ആൻഡ് കാൻഡിഡേറ്റ്സ് അതർ ദാൻ SC ST അതുപോലുള്ളവർക്കൊന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. സോ അതുപോലെ വരാത്ത സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 100 rupees ഫീ ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങളീ ഒരു കാറ്റഗറിയിൽ ഈ പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫീസ് ഉണ്ടാവുന്നതായിരിക്കും. സോ പേയ്മെൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് BIM അല്ലെങ്കിൽ UPI നെറ്റ് ബാങ്കിങ് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ വിൻഡോ ആപ്ലിക്കേഷനുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് പർട്ടിക്കുലറായിട്ട് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിവിടെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് റീജിയനാണോ നിങ്ങൾ സെലക്ട് ചെയ്ത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു റീജിയൻ നിങ്ങൾക്ക് നിയർ ബൈ ആണോ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്തിട്ട് എവിടെ വേണമെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. സ്പെസിഫിക് ആയിട്ട് സെൻറ്റേഴ്സിൻ്റെ കോഡ് ഏതൊക്കെ റീജിയൻസ് ആണ് SSൻ്റെ റീജിയൻസ് ആണ് വരുന്നത്, റീജിയണൽ ഓഫീസ് വെബ്സൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ഇപ്പോൾ കേരളത്തിൻ്റെ ആണെങ്കിൽ കേരളത്തിൽ കോഴിക്കോട്, ട്രിവാൻഡ്രം, കണ്ണൂർ, തൃശ്ശൂർ, കോട്ടയം, എറണാകുളം പോലുള്ള സ്ഥലത്തൊക്കെയാണ് മെയിനായിട്ട് എക്സാം സെൻറ്റേഴ്സ് വരുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തത് കേരള വരുന്ന സെൻറ്റേഴ്സ് കാര്യങ്ങൾ ഏതൊക്കെ ഉണ്ടെന്നാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ സെൻറ്റേഴ്സ് പ്രത്യേകിച്ച് കൊടുക്കുക, അതുപോലെ ഓപ്ഷൻസ് പ്രത്യേകിച്ച് കൊടുക്കുക. ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആണിത്. സോ അതിന് Tier 1, Tier 2 എക്സാംസ് ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷൻ ഉണ്ടാവുന്നതായിരിക്കും. സോ കാൻഡിഡേറ്റ്സ് ഇൻ ഗിവൺ ഓപ്ഷൻസ് ഇനി 3 cities ഇൻ ദ ഓർഡർ ഓഫ് പ്രയോറിറ്റി. സോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓർഡർ ഓഫ് സിറ്റീസും അതുപോലെ നിങ്ങളുടെ എക്സാം സെൻറ്റേഴ്സ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് 3 categories ഉണ്ടാവും. സോ അതിനനുസരിച്ചിട്ട് പ്രിഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. അതുപോലെ Tier 1 എക്സാമിനേഷൻ്റെ ടൈം പീരീഡ് നോക്കുകയാണെങ്കിൽ 1 hour ആണ്. സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ്, ജനറൽ അവയർനെസ്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് അവയർനെസ്, അതുപോലെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് സബ്ജക്ട്സ്. പേപ്പർ 2ൻ്റെ സബ്ജക്റ്റ് പർട്ടിക്കുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ഏരിയാസും അതിൻ്റെ സിലബസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും കാര്യങ്ങളും സെക്ഷൻസ് ഓരോരോ പേപ്പറിനെയും ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള പോസ്റ്റിനനുസരിച്ചിട്ടുള്ള സിലബസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ടൈം ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസസ് മാത്രം പറയുന്നത്. സോ ഫിസിക്കൽ ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ് വേണ്ടിയിട്ട് വരുന്ന ഇൻസ്പെക്ടർ പോസ്റ്റും സബ് ഇൻസ്പെക്ടർ പോസ്റ്റും BRO, NI, CBI കൊടുത്തിട്ടുണ്ട്. സോ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നതല്ല, കാരണം ഫിസിക്കൽ ടെസ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും ആവശ്യമായിട്ട് വരുന്ന ഒരു പോസ്റ്റുകൾ കൂടെയാണ്. അതുപോലെ തന്നെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ടൈപ്പ് ഓഫ് മാൽ പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്. സോ എന്തെങ്കിലും ഒരു കള്ളത്തരം എന്തെങ്കിലും പെടുകയാണെങ്കിൽ ഡീബാർ ചെയ്യുന്ന ഇയേഴ്സും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. അതേപോലെ തന്നെ മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊക്കെ കോപ്പീസ് ഓഫ് സ്കാനിങ് അല്ലെങ്കിൽ PWD വരുന്ന കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ, സ്ക്രൈബ് വേണ്ട സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഫോമും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ലാസ്റ്റായിട്ട് അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊടുക്കേണ്ട സബ്മിറ്റ് ചെയ്യേണ്ട രീതികളും ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട രീതികളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു ഡോക്യുമെൻ്റാണ് ഇവർ പുറത്തുവിട്ടിരിക്കുന്നത്. സോ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്, സോ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻ മെജോറിറ്റി സ്റ്റുഡൻസിനും കാൻഡിഡേറ്റ്സിനും എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ ഇതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ. സോ SSC നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഒരു ഗവൺമെൻറ് തസ്തികയിലോട്ടുള്ള ഒരു വേക്കൻസിയും റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. സോ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.